ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. ഫാൻസുകാർക്കും എല്ലാ ശത്രുക്കൾക്കും മെസ്സേജ് അയക്കൂ. എല്ലാവരും അസൂയപ്പെടട്ടെ. TV ഓൺ ചെയ്യൂ പച്ചാളം. അല്ലു അർജുന്റെ ഒരു സ്വാഗ് അതാണ് ഈ പടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ സൂപ്പർ ആയിരുന്നു. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യം ചോദിക്കുന്നതാണ്. ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ആടിപൊളി മാസമായിട്ടുണ്ട്. ഇത് മാസല്ല, ഇത് വേറെ എന്താ പറയണ്ടത്? എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പടം പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല, അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം, അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറഞ്ഞുണ്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കി തുടങ്ങി വിഴുങ്ങുക. ആ ഫസ്റ്റ് തുടക്കമൊക്കെ എന്തിനായിരുന്നു? ആ ഒരു ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു? ആ സീനിൽ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്തോ എന്റെ പൊന്നോ. സെക്കൻഡ് ഹാഫ് ഒരു വായിക്ക് കൊള്ളൂല, പടം ഒരു ഒട്ടും കൊള്ളൂല, ഒട്ടും കൊള്ളൂല. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. മറ്റേ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയൊക്കെ മറന്ന് അതെന്തിനാ ഫസ്റ്റ് പാർട്ട് എന്ത് രസമായിട്ടാണ് നിങ്ങൾ എടുത്തത്. ആ പടത്തിനൊരു രസം ഉണ്ടായിരുന്നു. അതിൻ്റെ പടത്തിൽ അവൻ ചെയ്യുന്ന കാര്യത്തിന് ഒരു റീസൺ ഉണ്ട്. എന്തിനാടാ നീ എന്നോട് ചതി ചെയ്തത്? നിന്നോടുള്ള അമിത സ്നേഹം കൊണ്ടല്ലടാ. ആനപ്പുറത്തിരിക്കാൻ കഴുതയ്ക്കാവില്ലെന്ന് ഓർമ്മ വേണം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് പിന്നെ പിന്നെ ശ്രമിക്കുന്നത്? ഇപ്പം ഫയറാണോ, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. പക്ഷേ എന്തോ ഒരു എലമെന്റ് അവിടെ മിസ്സിംഗ് ആണ്. സ്ക്രിപ്റ്റ് വൈസ് അത്ര ഇതല്ല. പുഷ്പ 3 ഉണ്ടെന്നാണ് മനസ്സിലായത്. മണിയാ അതുവേ ഉണക്കിപ്പോ തരും. അതല്ലാതെ പാട്ടൊക്കെ സപ്പാറ്. ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് കണ്ടതില് കങ്കുവായിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അതുക്കും മേലെ കാട്ട വരാതെ ഒന്നും പറയല്ല. എടേ എന്നെന്തിനാടാ ഇതിന്റെ ഇടയിൽ പിടിച്ചിടുന്നത്? എന്തിനാണ് ഈ സിനിമ എടുത്തത്? ഒരു വാദം പടോടെ. എനിക്ക് സത്യം പറയാം, എനിക്ക് എൻ്റെ കാര്യം പറയാനുള്ളൂ. ഞാൻ ഇതിൻ്റെ തേർഡ് പാർട്ടുണ്ട്. എന്തിന്? അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. അല്ലാത്ത ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചുമ്മാ മറ്റേ വയറിട്ട് വലിയടാ താക്കടാ അപ്പ് ഡൗൺ അത് തന്നെ. എനിക്കത് കണ്ടിട്ട് ചിരി വന്നു പോയടാ. ഞാൻ എന്ത് ചെയ്യാൻ? ഞാനെന്ത് പറയാനാ? അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഉപദേശിക്കാണെന്ന് കരുതരുത്. ഇനിയും നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ചത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. വിഷ്വൽ ദി ബസ് സ്റ്റാൻഡ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.